ഹായ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ PSC ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് നമ്മൾ സാധാരണ PSC പരീക്ഷകളിൽ നിരന്തരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ PSC പരീക്ഷ കാണാൻ തുടങ്ങിയത് മുതൽ ഇന്നു വരെയുള്ള കാലഘട്ടങ്ങളിൽ നിരന്തരമായി പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. വർക്ക് ആൻഡ് ടൈം, ജോലിയും സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. അപ്പോൾ ഈ ജോലിയും സമയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പല തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ വർക്ക് ആൻഡ് ടൈമുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഉദാഹരണത്തിന് A ഒരു ജോലി 10 ദിവസം കൊണ്ടും B ഒരു ജോലി 20 ദിവസം കൊണ്ടും ചെയ്യുന്നു, ഇവർ ഒരുമിച്ച് ആ ജോലി ചെയ്യുന്നു എങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ Aയും Bയും Cയും ഒരുമിച്ച് അങ്ങനെ 3 പേര് വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ, അങ്ങനെ ആ മോഡലിലുള്ള ചോദ്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ വർക്ക് ആൻഡ് ടൈമുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ മോഡലായിട്ട് വരുന്നത് ആൻഡ് ഓർ ടൈപ്പ് എന്ന് ഞാൻ പറയുന്ന ഒരു മോഡൽ. ആൻഡ് ഓർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 5 പുരുഷന്മാർ അല്ലെങ്കിൽ 4 സ്ത്രീകൾ അല്ലെങ്കിൽ 2 കുട്ടികൾ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യും. അല്ലെങ്കിൽ അപ്പോൾ എന്താണ്, 4 പുരുഷന്മാരും 2 സ്ത്രീകളും ഒരു ചെറിയ കുട്ടിയും കൂടി ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്ന് ആ തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടുവരുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഏത് മോഡൽ ചോദ്യം ചോദിച്ചാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യണം. നമ്മളിവിടെ വർക്ക് ആൻഡ് ടൈമുമായി ബന്ധപ്പെട്ട് പല പരീക്ഷകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. മാറ്റിയും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്, പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വർക്ക് ആൻഡ് ടൈം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ട് എന്താണ് വർക്ക് ആൻഡ് ടൈം അല്ലെങ്കിൽ ഏത് രീതിയാണ് അതിൻ്റെ കണ്ടന്റ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. നമ്മൾ സാധാരണ നമ്മൾ വർക്ക് ആൻഡ് ടൈം നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചില ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ഒരു ഫോർമുലയും നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഒരൊറ്റ ഇക്വേഷൻ പോലും നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ എന്താണ് കണ്ടന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ പഠിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, അല്ലേ? യെസ്, നമുക്ക് ആദ്യം ഇത് പഠിക്കുന്നതിന് മുമ്പ് LCM അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാം LCMുമായി ബന്ധപ്പെട്ട് ലസാഗുവുമായി ബന്ധപ്പെട്ട് ഉള്ള രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ മോഡലിൽ നമ്മൾ ഏത് രീതിയിലുള്ള ചോദ്യം ചോദിച്ചാലും അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? LCM വേണം. അപ്പോൾ നമ്മൾ ആദ്യം LCM കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 10, 15 രണ്ട് സംഖ്യകൾ, 10ൻ്റെയും 15ൻ്റെയും LCM കണ്ടുപിടിക്കണം. ഞാൻ ഇത് നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ LCM നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. 10ൻ്റെയും 15ൻ്റെയും LCM നമ്മൾ കാണണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളുടെ വലുത് ഏതാണെന്ന് നോക്കുക. ഇതാണ് വലുത്, അല്ലേ? ഈ വലുതിനെ തൊട്ടിപ്പുറത്തിരിക്കുന്ന 10 കൊണ്ട് പൂർണ്ണമായി ഭാഗിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കുക. ഇവിടെ നമുക്ക് 15 ഉണ്ട്, 10 ഉണ്ട്. 15 വലിയ സംഖ്യ. 15നെ 10 കൊണ്ട് പൂർണ്ണമായി ഭാഗിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കുക. ഇല്ല, ഒരു കാരണവശാലും 15നെ 10 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ 15ൻ്റെ ഒരു ഇരട്ടിയായിട്ടുള്ള 30 എടുക്കുന്നു. 15ൻ്റെ ഒരു ഇരട്ടി എടുക്കുന്നു, 30 എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 10 കൊണ്ട് 30നെ ഭാഗിക്കാൻ കഴിയും. 10 കൊണ്ട് 30നെ പൂർണ്ണമായി ഭാഗിക്കാൻ കഴിയും. അതുകൊണ്ട് 10ൻ്റെയും 15ൻ്റെയും LCM എത്രയാണെന്ന് പറയാം? 30 ആണെന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് പറയാം. നമുക്ക് മറ്റൊരു നമ്പർ കൂടി നോക്കാം. 12ഉം ഉണ്ട്, 10ഉം ഉണ്ട്. 12ഉം 10ഉം. ഓക്കെ, ഈ 12ഉം 10ൻ്റെയും നമുക്ക് എന്ത് ചെയ്യണം? LCM എടുക്കണം. അപ്പോൾ ഇവിടെ ഉള്ളത് വലിയ സംഖ്യ 12 ആണ്. നമുക്ക് വളരെ സമാധാനപരമായിട്ടൊന്ന് ചെയ്തു നോക്കാം. 12നെ 10 കൊണ്ട് പൂർണ്ണമായി ഭാഗിക്കാൻ കഴിയില്ല. 12ൻ്റെ ഒരു ഇരട്ടി എടുക്കുന്നു, 24. 24നെ പറ്റില്ല. വീണ്ടും നമ്മളൊരു 12 കൂടെ നോക്കുന്നു. അപ്പം നമുക്ക് 36 വരുന്നത്. 36 പറ്റുന്നില്ല. വീണ്ടും ഒരു 12 കൊണ്ട് നോക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര ഇടുന്നു? 48. വീണ്ടും ഒരു 12. നമ്മൾ മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ.
60നെ 10 കൊണ്ട് പൂർണ്ണമായി ഭാഗിക്കാൻ കഴിയും എന്ന് മനസ്സിലായി. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ ഒരു മെത്തേഡ് മിക്കവാറും PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏറ്റവും വലിയ സംഖ്യയുടെ ഇരട്ടി എടുക്കുമ്പോൾ തന്നെ LCM കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. ഉദാഹരണം മറ്റൊരു ചോദ്യം നോക്കാം. 4 ഉണ്ട് 10 ഉണ്ട്, 4 ഉണ്ട് 10 ഉണ്ട്. 4ൻ്റെയും 10ൻ്റെയും LCM എടുക്കണം. 4ൻ്റെയും 10ൻ്റെയും LCM എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നു 10നെ 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ 10ൻ്റെ ഇരട്ടി എടുക്കുന്നു. 10ൻ്റെ ഇരട്ടി ആയിട്ടുള്ള 20, 20നെ 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും. 5 4 20 ആണ്. അപ്പോൾ ഇവിടുത്തെ LCM നമുക്ക് എത്രയെന്ന് പറയാം? നമുക്ക് 20 ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സാധാരണഗതിയിൽ നമ്മൾ ഒരു ഇരട്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് LCM കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഒന്നുകൂടി പറയാം. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. നമുക്ക് 10 ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്. നമുക്ക് 3 സംഖ്യകളുടെ LCM എടുക്കണം. അപ്പോൾ 3 സംഖ്യകളുടെ LCM എടുക്കുമ്പോൾ നമ്മുടെ സാധാരണ സ്റ്റെപ്പ് എങ്ങനെയാ? 10 12 15 എന്നൊക്കെ എഴുതി നമ്മളിങ്ങനെ ഘടകക്രിയ ചെയ്താണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ LCM എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ആ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും വലിയവൻ ആര് എന്ന് നോക്കുക. ഇവിടെ ഏറ്റവും വലിയവൻ ആരാ? 15 ആണ്. 15. യെസ്, 15നെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ നോക്കുന്നു 15നെ 12 കൊണ്ടും 10 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കി. അപ്പോൾ 2 കൊണ്ടും പറ്റില്ല, 12 കൊണ്ടും പറ്റില്ല, 10 കൊണ്ടും എന്തായാലും ഈ 15നെ പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? 15ൻ്റെ ഒരിരട്ടി എടുക്കുക. 15ൻ്റെ ഒരിരട്ടി എന്ന് പറയുന്നത് 30 ആണ്. 30നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റും, പക്ഷേ 12 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ 30 എടുക്കാൻ കഴിയില്ല. വീണ്ടും ഒരിരട്ടി കൂടി നമ്മൾ എടുക്കും. വീണ്ടും ഒരിരട്ടി എടുക്കുമ്പോൾ ഇവിടെ 10 കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തു നോക്കാം. 30ൻ്റെ ഇരട്ടി എടുത്താൽ നമുക്ക് ഉത്തരമാവും. എന്നാലും നമുക്കൊരു 15 കൂടെ കൂട്ടി നോക്കാം. നോക്കുമ്പോൾ 45 ആണ് വരുന്നത്. 45നെ 12 കൊണ്ടും പറ്റില്ല, 10 കൊണ്ടും പറ്റില്ല. വീണ്ടും ഒരിരട്ടി കൂടി നമ്മൾ എടുക്കുന്നു. നമുക്ക് 60 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ LCM നോക്കിക്കേ, 15 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും. ഈ 15ൻ്റെ ഇരട്ടി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് 15ൻ്റെ ഗുണിതമായിരിക്കുമല്ലോ. അപ്പം നമ്മൾ അത് നോക്കണ്ട. 12 കൊണ്ടും 10 കൊണ്ടും പറ്റും. 10 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും, 12 കൊണ്ടും പറ്റും. 12 5 60. അപ്പോൾ LCM എടുക്കുന്ന ഒരു മെത്തേഡ് വളരെ സിമ്പിളായിട്ട് സംഖ്യകൾ നോക്കി LCM എടുക്കുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന സംഖ്യകൾ വലുതാണ് നമ്മൾ എടുക്കേണ്ടത്, ചെറുതല്ല. വലുതെടുത്ത് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് ഇത് നിരന്തരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഈ വർക്ക് ഓൺ ടൈമിൻ്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് LCM വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നവർ എന്ത് ചെയ്യേണ്ട? നമ്മളെ പഴയ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ടുള്ളത്, നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായത് ആ രീതി ഉപയോഗിച്ച് മാത്രം എന്ത് ചെയ്യുക? പ്രോബ്ലം ചെയ്യുക. ഓക്കെ, യെസ്. നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് പോയാലോ? ആദ്യത്തെ ഒരു ചോദ്യം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. A ഒരു ജോലി 10 ദിവസം കൊണ്ടും B അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്യും. ഇവർ ഒരുമിച്ചാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീരും, അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാം എന്നുള്ളതാണ് ചോദ്യം. സാധാരണ ഒരു 10ാം ക്ലാസ് ലെവൽ പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എങ്ങനെയാണ് നമ്മളിത് വളരെ വേഗത്തിൽ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം ഇത് എന്താണ് ഇതിൻ്റെ കണ്ടന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുന്നു. ഓക്കെ, യെസ്. A ഒരു ജോലി 10 ദിവസം, B ഒരു ജോലി 12 ദിവസം. അപ്പോൾ നമ്മൾ സമാധാനപരമായിട്ട് തന്നിരിക്കുന്ന കാര്യം എഴുതാൻ പോവുകയാണ്. A ഒരു ജോലി, B ഒരു ജോലി. 2 പേരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. A 10 ദിവസം കൊണ്ടും B എന്ന് പറയുന്ന ആൾ 12 ദിവസം കൊണ്ടും ചെയ്യും. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇത്തരത്തിലുള്ള ഈ മോഡൽ ചോദ്യങ്ങളുടെ എല്ലാം ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM എടുക്കുക എന്നുള്ളതാണ്. തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM ലെസ്സാണ് 10ൻ്റെയും 12ൻ്റെയും LCM നോക്കാം. 10ൻ്റെയും 12ൻ്റെയും LCM നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. 10 12 12ൻ്റെ ഇരട്ടി എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ 12 5 60 LCM ആയി വരുന്നത്. 12 6. ഓക്കെ, നമുക്കറിയാം നമ്മൾ LCM എടുക്കാൻ നമ്മൾ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 60 വരുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയെന്നാണ് പറയാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഈ രീതിയിൽ ചിന്തിച്ചാൽ, ഇപ്പോൾ ഇതൊരു സിമ്പിൾ പ്രോബ്ലമാണ്. ഈ സിമ്പിൾ പ്രോബ്ലം ഈ രീതിയിൽ ചിന്തിക്കാൻ പറയുന്നതിൻ്റെ കാര്യം, ഇത് നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ
ആരെങ്കിലും ഒരാൾ കുറച്ച് ജോലി ചെയ്തതിന് ശേഷം ഉപേക്ഷിച്ചു പോകാം, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോയിട്ട് വീണ്ടും വരാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കണ്ടന്റ് കൃത്യമായി മനസ്സിലാക്കുക. ഇക്വേഷൻ വെച്ചാണെങ്കിൽ നമുക്കത് ഒരു സ്റ്റെപ്പിൽ ആൻസർ ഉണ്ടാകും, പക്ഷേ മറ്റു മോഡലിലേക്ക് വരുമ്പോൾ നമുക്കതവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഈ സ്റ്റെപ്പ് മനസ്സിലാക്കാം. നമ്മൾ മനസ്സിലാക്കുന്നു, നമുക്ക് ആകെ 60 റൂമുകൾ പെയിൻറ് ചെയ്യാനുണ്ട്. നമുക്ക് റൂമുകളിലേക്ക് പോകാം. ഒരു വലിയ ഫ്ലാറ്റാണ്. വലിയ ഫ്ലാറ്റിൽ മൊത്തം എത്ര റൂമുകൾ പെയിൻറ് ചെയ്യാനുണ്ട്? 60 റൂമുകൾ. യെസ്, 60 റൂമുകൾ പെയിൻറ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. എ ആണെങ്കിൽ എന്ത് ചെയ്യും? 10 ദിവസം കൊണ്ട് അവൻ ഇത് മൊത്തം പെയിൻറ് ചെയ്ത് തീർക്കും. ഈ 60 റൂമും എ എന്ത് ചെയ്യും? 10 ദിവസം കൊണ്ട് പെയിൻറ് ചെയ്ത് തീർക്കും. ബി ആണെങ്കിൽ എന്ത് ചെയ്യും? അവന് 12 ദിവസം മതി. 12 ദിവസം എടുക്കും ഈ 60 റൂമുകൾ പെയിൻറ് ചെയ്യാൻ. സ്വാഭാവികമായിട്ട് നമുക്ക് നോക്കാം. എ 10 ദിവസം കൊണ്ട് പെയിൻറ് ചെയ്ത് തീർക്കുമെങ്കിൽ 10 ദിവസം കൊണ്ട് 60 റൂമുകൾ പെയിൻറ് ചെയ്യുമെങ്കിൽ, നോക്കിക്കോളൂ, 10 ദിവസം കൊണ്ട് എ 60 റൂമുകൾ പെയിൻറ് ചെയ്യുമെങ്കിൽ ഒരു ദിവസം 1 ഡേ ഇവൻ എത്ര റൂം പെയിൻറ് ചെയ്യും? നമ്മൾ നോക്കിയാൽ മതി. 10നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടും? യെസ്, 6 അല്ലേ? അപ്പോൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടി ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. കിട്ടുന്ന LCM ആണ് നമ്മുടെ മുഴുവൻ ജോലി. ആകെ ജോലി എന്ന് പറയുന്നത് LCM ആണ്. അപ്പോൾ ഇവിടെ 60 റൂമുകൾ പെയിൻറ് ചെയ്യാനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. 60 റൂമുകളാണ് പെയിൻറ് ചെയ്യേണ്ടത്. 60 റൂമുകൾ. ഓക്കെ, 60 റൂമുകളിൽ എ 10 ദിവസം കൊണ്ട് പെയിൻറ് ചെയ്ത് തീർക്കും. എ 10 ദിവസം കൊണ്ട് പെയിൻറ് ചെയ്ത് തീർക്കുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എ ഒരു ദിവസം 6 റൂമുകൾ പെയിൻറ് ചെയ്യും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ബി ആണെങ്കിൽ ഒരു ദിവസം എത്ര റൂമുകൾ പെയിൻറ് ചെയ്യും? ബി ആണെങ്കിൽ ഒരു ദിവസം 5 റൂമുകൾ അല്ലേ? 12 ഗുണം 5 60. അപ്പോൾ 5 റൂമുകൾ. ഓക്കെ, സെറ്റാണേ. ഇനി ഇവർ ഒരുമിച്ച് ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുമിച്ചാകുമ്പോൾ എന്ത് സംഭവിക്കും? എ ഒരു ദിവസം 6 റൂം, ബി ഒരു ദിവസം 5 റൂം. അപ്പോൾ എയും ബിയും കൂടെ ഒരു ദിവസം എത്ര റൂം പെയിൻറ് ചെയ്യും? 11 റൂമുകൾ പെയിൻറ് ചെയ്യും എന്ന് പറയാം. എയും ബിയും കൂടെ ഒരു ദിവസം എത്ര റൂം പെയിൻറ് ചെയ്യും? 11 റൂമുകൾ പെയിൻറ് ചെയ്യും. അപ്പോൾ ഇവിടെ 60 റൂമുകളാണ് ആകെ പെയിൻറ് ചെയ്യാനുള്ളത്. എ എന്ന് പറയുന്നത് 6 റൂമുകൾ ഒരു ദിവസം പെയിൻറ് ചെയ്യും. ബി ഒരു ദിവസം 5 റൂമുകൾ പെയിൻറ് ചെയ്യും. എയും ബിയും കൂടി ഒരു ദിവസം 11 റൂമുകൾ പെയിൻറ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 60 റൂമുകൾ എക്കും ബിക്കും കൂടി ഒരുമിച്ച് പെയിൻറ് ചെയ്യാൻ എത്ര ദിവസം വേണം? 60നെ 11 കൊണ്ട് ഭാഗിച്ചാൽ മതി. മൊത്തം 60 റൂമുകൾ ഒരു ദിവസം 11 റൂമുകൾ പെയിൻറ് ചെയ്യും. 60/11. 60നെ എന്ത് ചെയ്യുക? 11 കൊണ്ട് ഭാഗിക്കുക. നമുക്ക് ഭാഗിച്ച് നോക്കാം. നമ്മൾ ഒരു സാധാരണ ഒരു വിഷമഭിന്നത്തെ ഒരു വിഷമഭിന്നമാണ് മിശ്രഭിന്നമാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മിശ്രഭിന്നമാക്കി എഴുതണം. എങ്ങനെ എഴുതാം? 11 കൊണ്ട് ഭാഗിക്കുക. 55 ആണ്. 55 5 ശിഷ്ടം അല്ലേ? അപ്പം നമുക്ക് കിട്ടിയ ഹരണഫലം 5. 5 ദിവസവും 5 ദിവസം. ഇനി എന്താണ്? പഴയ ഛേദമായി ഇവിടെ 5. ഓക്കെ, 5 5/11 ദിവസം കൊണ്ട് അവർ ജോലി ചെയ്ത് തീർക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മുടെ സ്റ്റെപ്പുകളെല്ലാം കൃത്യമായി മനസ്സിലാക്കുക. കാര്യം മനസ്സിലാക്കി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നു, ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് ഈ കണക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നെങ്കിൽ കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റൂ. നോക്കിക്കേ, നമുക്ക് ആദ്യം മുതൽ നമുക്ക് ആലോചിക്കാം എങ്ങനെയാണ് നമ്മളിത് ചെയ്ത് വന്നത് എന്നതിലേക്ക് പോകാം. ഓക്കെ, എ ഒരു ജോലി 10 ദിവസം, അപ്പോൾ എ 10. ബി അതേ ജോലി 12 ദിവസം. ഓക്കെ, 12. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതും എഴുതി വെച്ചു. ഇനി നമ്മൾ നോക്കുന്നു എ 10 ദിവസം, ബി 12 ദിവസം. നമ്മൾ ഇതിൻ്റെ LCM എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് മറന്നു പോകരുത്. LCM ആണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഈ LCM ആണ് എന്നു പറയുന്നത് ആകെ ജോലി. അവിടെയുള്ള ആകെ ജോലി നമുക്ക് കിട്ടുന്ന LCM ആണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇനി എന്താ പറഞ്ഞത്? 1 ഡേ വർക്കിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ആകെ ജോലി 60. നമ്മൾ എന്ത് ചിന്തിച്ചു? 60 റൂമുകൾ പെയിൻറ് ചെയ്യാനുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു. 60 റൂമുകൾ പെയിൻറ് ചെയ്യണം. എ 10 ദിവസം കൊണ്ട് പെയിൻറ് ചെയ്യും.
അങ്ങനെയാണെങ്കിൽ 10 ഗുണം 6, 10നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടും എന്ന് നോക്കിയാൽ മതി. 10നെ 6 കൊണ്ട് ഗുണിച്ചാൽ 60. അപ്പോൾ എ ഒരു ദിവസം 6 റൂം പെയിൻറ് ചെയ്യും. അപ്പോൾ അതേ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ബി ഒരു ദിവസം എത്ര റൂമുകൾ പെയിൻറ് ചെയ്യും? 5 റൂമുകൾ പെയിൻറ് ചെയ്യും. അങ്ങനെ 6ഉം 5ഉം 11 റൂമുകൾ ഒരു ദിവസം പെയിൻറ് ചെയ്യും. ആര്? എയും ബിയും കൂടെ ഒരുമിച്ച് ചെയ്യും. അപ്പോൾ മൊത്തം 60 റൂം പെയിൻറ് ചെയ്യണം. ഒരു ദിവസം 11 റൂം പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പണി മൊത്തം തീർക്കാൻ എയും ബിയും കൂടി 60 ആകെ റൂമുകൾ ഡിവൈഡ് ബൈ ഒരു ദിവസം പെയിൻറ് ചെയ്യുന്ന റൂമുകൾ 11 നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തു, നമുക്കൊരു വിഷമഭിന്നം കിട്ടി. നമ്മൾ അതിനെ എന്തിലോട്ട് മാറ്റി? മിശ്രഭിന്നത്തിലോട്ട് മാറ്റി. 5/11. ഉത്തരം ഓക്കെ ആണേ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? നമുക്ക് ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. പി ഒരു ജോലി 4 ദിവസം കൊണ്ടും ക്യൂ അതേ ജോലി 6 ദിവസം കൊണ്ടും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. പി എന്ന് പറയുന്ന ആൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യത്തിലേക്കാണ് പോകുന്നത്. പി ഒരു ജോലി 4 ദിവസം. അടുത്ത രണ്ടാമത്തെ ആൾ ക്യൂ ആണ്. ക്യൂ ഒരു ജോലി 6 ദിവസം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് LCM. ഓക്കെ, LCM എടുക്കാൻ പോകുന്നു. തന്നിരിക്കുന്ന സംഖ്യകളിൽ വലുതാര്? വലുത് 6 ആണ്. അവനെ 4 കൊണ്ട് ഭാഗിക്കാൻ കഴിയുമോ എന്ന് നോക്കി. പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പം എന്ത് ചെയ്തു? വലിയ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്തു? അവൻ്റെ ഇരട്ടി എടുത്തു. അവൻ്റെ ഇരട്ടി 12. 12നെ 4 കൊണ്ട് ഭാഗിക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് LCM എത്ര? 12. ഇനി നമ്മൾ എന്ത് ചിന്തിക്കും? ഒരു വീടാണ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റാണ്. മൊത്തം എത്ര റൂമുകളുണ്ട്? 12 റൂമുകൾ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോക്കിയാൽ മതി. മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നോക്കിയാൽ മതി. ഒരാൾക്ക് അല്ലെങ്കിൽ എന്താണ് 12 കുഴികളാണ് ആകെ എടുക്കേണ്ടത്. 12 കുഴികൾ എടുക്കണം. പി 4 ദിവസം കൊണ്ട് ചെയ്യും. അതുപോലെ തന്നെ ക്യൂ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 6 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് വൺ ഡേ വർക്കിലേക്ക് പോകുന്നു. ഒരു ദിവസത്തെ വർക്ക് കണ്ടുപിടിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒരു ദിവസത്തെ വർക്ക് നോക്കാം. പി എ എത്ര കൊണ്ട് ഗുണിച്ചാൽ, അതായത് ഈ 4നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും? നമുക്കറിയാം 3. അപ്പോൾ പി 4 ദിവസം കൊണ്ട് ജോലി ചെയ്യും. ഒരു ദിവസം 3 റൂമുകൾ പെയിൻ്റ് അടിക്കും. 3 റൂമുകൾ അല്ലെങ്കിൽ 3 കുഴിയെടുക്കും എന്നൊക്കെ പറയാം. കുഴപ്പമില്ല. നമ്മൾ എങ്ങനെയാണോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. ഇനി ക്യൂ എന്ന് പറയുന്നത് 6 തന്നല്ലോ. 6 ആണ് എങ്കിൽ 6നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 12 വരും? 2. ഒരു ദിവസം 2 റൂം വെച്ച് പെയിൻറ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ദിവസം 3ഉം 2ഉം 5 റൂമുകളാണ് പെയിൻ്റ് അടിക്കുന്നത്. ആര്? പിയും ക്യൂവും കൂടെ ഒരുമിച്ച് ഈ ജോലി. അങ്ങനല്ലേ? ഇവർ ഒരുമിച്ചാണ്. ഒരുമിക്കുമ്പോൾ പി 3 റൂം പെയിൻറ് ചെയ്യും. ക്യൂ എന്ന് പറയുന്ന ആൾ 2 റൂം പെയിൻറ് ചെയ്യും. ഇവർ 2 കൂടെ ഒരു ദിവസം 5 റൂമുകൾ പെയിൻറ് ചെയ്യും. മൊത്തം റൂമുകൾ പെയിൻറ് ചെയ്യേണ്ടത് 12 എണ്ണമാണ്. 12 ഒരു ദിവസം 5 റൂമുകൾ പെയിൻറ് ചെയ്യുന്നു. വിഷമഭിന്നമാണ് കിട്ടിയത്. നമ്മൾ എന്തിലോട്ട് മാറ്റും? മിശ്രഭിന്നത്തിലോട്ട് മാറ്റും. 12നെ 5 കൊണ്ട് ഭാഗിച്ച് 2 5 10 ശിഷ്ടം 2. ഓക്കെ. ആൻസർ എന്തായിരിക്കും? 2/5. ഓക്കെ, ആൻസർ കിട്ടി. ഇത്രയും എന്താണ്? ദിവസം. നോക്ക്, ഈ ചോദ്യം നമുക്ക് എന്തിൽ തരാം? ഇതേ ചോദ്യം നമുക്ക് മണിക്കൂർ തരാം. പി ഒരു ജോലി 4 മണിക്കൂർ കൊണ്ടും ക്യൂ അതേ ജോലി 6 മണിക്കൂർ കൊണ്ടും ചെയ്യും. ദിവസത്തിന് പകരം മണിക്കൂർ ചോദിച്ചാലും നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കരുത്. ഇതേ മെത്തേഡ് തന്നെയാണ്, സെയിം മെത്തേഡ്. ഇവിടെ ഒണ്ടേക്ക് പകരം 1 മണിക്കൂറായി മാറും. മിനിറ്റ് ആണെങ്കിലും ചെയ്യാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. കാര്യം നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് പൂർണ്ണമായി എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് ചോദ്യമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രം ഉത്തരത്തിലേക്ക് പോകും. സ്റ്റെപ്പൊക്കെ ക്ലിയർ ആണ്, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഇവിടെ അനിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 15 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും. അമലു അതേ ജോലി 12 ദിവസം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ 15 ദിവസവുമുണ്ട്, 12 ദിവസവുമുണ്ട്. അനിതയും അമലും ഉണ്ട്, 2 പേരാണ്. ഇവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട്? നമ്മൾ നേരത്തെ പഠിച്ച അതേ മെത്തേഡ്, അതേ ചോദ്യം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന ആളാരാണ്? അനിതയാണ്. യെസ്, അനിത എഴുതി, അനിതയുണ്ട്. രണ്ടാമതുള്ളത് അമലു. യെസ്, അമലു. അപ്പം ഞാൻ അനിതയും അമലുവിനെ എഴുതി വെച്ചു. അനിത 15 ദിവസം കൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അമലു ആണെങ്കിൽ എത്ര ദിവസം എടുക്കും? 12 ദിവസം എടുക്കും. അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്?
LCM എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെപ്പ്. 15ൻ്റെയും 12ൻ്റെയും എന്തെടുക്കുക? LCM. തന്നിരിക്കുന്ന സംഖ്യകളിൽ വലുതെന്ന് പറയുന്നത് ഏതാണ്? 15 15 കൊണ്ട് ഒരു കാരണവശാലും 12 എന്ത് ചെയ്യാൻ പറ്റും? ഭാഗിക്കാൻ കഴിയില്ല. 15ൻ്റെ ഒരിരട്ടി 30 കൊണ്ടും പറ്റുന്നില്ല. വീണ്ടും ഒരിരട്ടിയും കൂടെ എടുക്കുമ്പോൾ 45 പറ്റില്ലെന്നറിയാം. വീണ്ടും ഒരിരട്ടിയും കൂടെ എടുക്കുമ്പോൾ നമുക്ക് 60 വരുന്നത്. 60 പറ്റുമെന്ന് നമുക്കറിയാം. യെസ്, നമ്മൾ എന്ത് ചെയ്തു? 60. വീണ്ടും നമ്മൾ എങ്ങനെ ചിന്തിക്കും? അനിതയും അമലവും കൂടി ഒരു ഫ്ലാറ്റ് പെയിൻ്റ് അടിക്കാൻ പോയി. ഫ്ലാറ്റ് മൊത്തം എത്ര റൂമുകളുണ്ട് പെയിൻ്റ് അടിക്കാൻ? 60 റൂമുകളുണ്ട്. അനിതയാണെങ്കിൽ ഒരു ദിവസം 15 റൂം പെയിൻ്റ് അടിക്കും. അമലു ആണെങ്കിൽ ഒരു ദിവസം എത്ര റൂം പെയിൻ്റ് അടിക്കും? 12 റൂം പെയിൻ്റ് അടിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? 1 ഡേ വർക്കിലേക്ക് പോകും. 1 ഡേ, ഇത് മണിക്കൂറാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 1 ഡേ വർക്കിലേക്ക് പോകുന്നു. 15നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 വരും? 15നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 വരും? 15 4 60 4. 12നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 വരും? 12നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 വരും? 12 5 60. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നു. നോക്കുക, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച്, ശ്രദ്ധിക്കുക, ഒരുമിച്ച് ഈ ജോലി ചെയ്യുന്നു. ഒരുമിച്ച് ചെയ്യുമ്പോൾ 4ഉം 5ഉം കൂടെ കൂട്ടി 9 ഒരു ദിവസം ഇവർ ചെയ്യുന്ന റൂമുകളുടെ എണ്ണം, അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുന്ന സ്ഥലങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ ഇവർ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 9. മൊത്തം എത്ര ജോലിയുണ്ട്? 60. അപ്പോൾ എത്ര ദിവസം എടുക്കുന്നുണ്ട് കണ്ടുപിടിക്കാൻ? 60/9 ചെയ്താൽ പോരെ? സ്വാഭാവികമായിട്ട് വിഷമഭിന്നമാണ് പറഞ്ഞത്, മിശ്രഭിന്നത്തിലേക്ക് മാറ്റാം. 60 9 എത്ര കിട്ടും? 9 6 9 54, 6 9 54, ശിഷ്ടം 6 അല്ലേ? ഇങ്ങനെയല്ലേ വരുള്ളൂ. യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം എങ്ങനെ പറയാം? 6 9 6. നമുക്ക് വെട്ടി ചെറുതാക്കി നമുക്ക് ചെയ്യാം. ഇതിങ്ങനെയല്ല, ഓപ്ഷനിൽ ഇങ്ങനെ ആയിരിക്കില്ല ആൻസർ എങ്കിൽ. ഇപ്പോൾ 6 2/3 ആണെങ്കിലും ഉത്തരം ശരിയാണ്. എങ്ങനെയാണ് വരുന്നത്? ഇതിനെ വെട്ടി ചെറുതാക്കാം, 3 കൊണ്ട് ഭാഗിക്കാം. 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ 20/3 വരും. 20/3 ആണല്ലോ ഇത്. 6 3 18, 18 2 20. ഓക്കെ, ഇങ്ങനെ ആയാലും ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് വാല്യൂവിൽ നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അതും കംഫർട്ട് തന്നെയാണ്. അപ്പോൾ ചെയ്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ 6/9 എന്ന് എഴുതിയാലും 6 2/3 എന്ന് എഴുതിയാലും ഒരേ വാല്യൂ ആണ്. കാര്യം എന്തുകൊണ്ടാണ്? ഇതിനെ നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെട്ടി ചെറുതാക്കി എഴുതി. ഏറ്റവും ലീസ്റ്റ് വാല്യൂയിലേക്ക് നമ്മൾ ആൻസർ പോകാവൂ. ഓക്കെ, യെസ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കൃത്യമായി നോക്കിയിട്ട് വേണം ഉത്തരത്തിലേക്ക് പോകാൻ. ക്ലിയർ ആണല്ലോ? യെസ്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ? യെസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിക്കേ. അനു ഒരു ജോലി 10 ദിവസം. അപ്പോൾ ഒന്നാമതൊരു ആളുണ്ട്, അനു ഉണ്ട്, 10 ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് അരുൺ അതേ ജോലി 12 ദിവസം കൊണ്ട്. അരുൺ അതേ ജോലി 12 ദിവസം. രണ്ടാമത്തെ ആൾ ആരാണ്? അരുണാണ്. വീണ്ടും അത് തീർന്നില്ല. അഖിൽ ഒരു ജോലി 15 ദിവസം കൊണ്ട്. മൂന്നാമത്തെ ആൾ, നമ്മൾ ഇത്രയും നേരം ചെയ്തപ്പോൾ എത്ര പേരെ ഉള്ളായിരുന്നു? 2 പേരെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 3 പേരായി. അഖിൽ ഒരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്യും. ഇവർ ഒരുമിച്ച് ആ ജോലി ചെയ്യുന്നു. ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് ആ ജോലി ചെയ്യാൻ പോവുകയാണ്. എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്. 3 ആൾക്കാരാണ് അല്ലേ? നമുക്ക് ആദ്യം അനു ഉണ്ട്, പിന്നെ ആരുണ്ട്? അരുണുണ്ട്. അടുത്ത ചോദ്യം നോക്കി, അടുത്ത ആളാരായി? അടുത്ത ആൾ അഖിലുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ 3 പേരെ നമ്മളിവിടെ എഴുതി വെച്ചു. അപ്പോൾ അനുണ്ട്, അനുണ്ട്, അരുണുണ്ട്, അഖിലുണ്ട്. അപ്പോൾ നമ്മളത് എഴുതി വെച്ചു. ഇനി നമ്മൾ ഓരോരുത്തരുടെയും ജോലി. അനു 10 ദിവസം കൊണ്ടും, അതുപോലെ തന്നെ അരുൺ എത്രയാണ്? 12 ദിവസം കൊണ്ടും, അഖിൽ 15 ദിവസം കൊണ്ടും. ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് LCMലേക്ക് പോവുക എന്നുള്ളതാണ്. LCM നമ്മൾ നേരത്തെ പറഞ്ഞു, 12 15 ഒക്കെ വന്നു കഴിഞ്ഞാൽ, 10 ഒക്കെ വന്നു കഴിഞ്ഞാൽ LCM എത്രയായിരിക്കും? നമ്മൾ 2-3 പ്രോബ്ലം നമ്മൾ ചെയ്തു. അപ്പം നമ്മളെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നു. 12ഉം 15ഉം വന്നു കഴിഞ്ഞാൽ LCM 60 നമ്മുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നു. മറന്നു പോകരുത്, ഓർക്കുക, ഓർത്ത് ചെയ്യുക. 60, LCM 60. ഓക്കെ, എഴുതി. ഇനി നമ്മൾ എങ്ങനെ ചിന്തിക്കും? മൊത്തം 60 റൂമുകൾ പെയിന്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അനു ആണെങ്കിൽ 10 ദിവസം കൊണ്ട് പെയിന്റ് ചെയ്ത് തീർക്കും. അരുൺ എത്ര ദിവസം കൊണ്ട് പെയിന്റ് ചെയ്യും? 12 ദിവസം കൊണ്ട് പെയിന്റ് ചെയ്യും. അഖിലാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് പെയിന്റ് ചെയ്യും?
15 ദിവസം കൊണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ജോലി എന്താണ്? 1 ഡേ വർക്ക് കണ്ടുപിടിക്കുക. 3 പേരായാലും 4 പേരായാലും 10 പേരായാലും നമ്മുടെ ജോലി 1 ഡേ വർക്ക് കണ്ടുപിടിക്കുക. 10നെ എത്ര കൊണ്ട് ഗുണിച്ച് 60 വരും? 6 ആണെന്നറിയാം. 12നെ എത്ര കൊണ്ട് ഗുണിച്ച് 60 വരും? നമുക്കറിയാം 5. 15നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 4. ഓക്കെ, നമ്മുടെ ജോലി കഴിഞ്ഞു. പറ ചെയ്യാം, പറ. ഇനി 1 ഡേ വർക്കിലേക്ക് പോകുന്നു. മൂവരും ഒരുമിച്ച്, ഇവർ 3 പേരും ഒരുമിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവർ 3 പേരും കൂടി ഒരു ദിവസം എത്ര റൂം പെയിന്റ് അടിക്കും? അനു ഒരു ദിവസം 6 റൂം പെയിന്റ് അടിക്കും, അരുൺ ഒരു ദിവസം 5 റൂം പെയിന്റ് അടിക്കും, അഖിൽ ഒരു ദിവസം 4 റൂം പെയിന്റ് അടിക്കും. ഇവർ മൂവരും കൂടി ചേർന്ന് 6, 11, 15 റൂമുകൾ ഒരു ദിവസം പെയിന്റ് അടിക്കും. ഒരു ദിവസം എത്ര റൂം പെയിന്റ് അടിക്കും ഇവര്? 15 റൂമുകൾ പെയിന്റ് അടിക്കും. എത്ര റൂം പെയിന്റ് അടിക്കാറുണ്ട്? 60 റൂം പെയിന്റ് അടിക്കാറുണ്ട്. 60 ഡിവൈഡ് ബൈ 15, ഉത്തരം എത്ര കിട്ടി? 4 ദിവസം. 4 ദിവസം കൊണ്ട് എന്ത് ചെയ്തു? ഇവരെ ജോലി തീർത്തു. ഇത് മണിക്കൂറായാലും ചെയ്യാം. അനു ഒരു ജോലി 10 മണിക്കൂർ കൊണ്ട് ചെയ്യും, അരുൺ ഒരു ജോലി 12 മണിക്കൂർ കൊണ്ട് ചെയ്യും, അഖിൽ ഒരു ജോലി 15 മണിക്കൂർ കൊണ്ട് ചെയ്യും. ഇവർ 3 പേരും ഒരുമിച്ചാൽ ആ ജോലി എത്ര മണിക്കൂർ കൊണ്ട് തീർക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മണിക്കൂർ കൊണ്ട് തീർക്കും. ഇതേ സ്റ്റെപ്പ്, ഒരു വ്യത്യാസവുമില്ല, ചെയ്യാൻ പറ്റും. സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകൾ കൃത്യമായി പരിശോധിക്കുക. ഒന്നുകൂടി പറയാം. ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ അനു ഒരു ജോലി 10 ദിവസം കൊണ്ടും അരുൺ ഒരു ജോലി അതേ സെയിം ജോലി തന്നെയാണ് 12 ദിവസം കൊണ്ടും, അഖിൽ ആ ജോലി 15 ദിവസം കൊണ്ടും ചെയ്യും. ഇവർ 3 പേരും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? സാധാരണ ഒരു ഫോർമുലയൊക്കെ ഉണ്ട് ഇത് ചെയ്യാൻ. നമ്മൾ അതൊന്നും ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല. നമ്മളിവിടെ വളരെ ഡയറക്റ്റായിട്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ പ്രോബ്ലം ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഒരാൾ ജോലി മതിയാക്കി പോയാലും നമുക്കിത് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അനു 10, അരുൺ 12, അഖിൽ 15. നമ്മൾ എന്ത് ചെയ്തു? LCM എടുത്തു, 60 കിട്ടി. ഇനി 1 ഡേ വർക്ക് കണ്ടുപിടിച്ചു. ആകെ ഇവർ 3 പേരും കൂടെ ഒരു ദിവസം 15 റൂമുകൾ പെയിന്റ് അടിക്കും. 60 റൂമുകൾ പെയിന്റ് അടിക്കണമായിരുന്നു. 60 ഡിവൈഡ് ബൈ 15, ഉത്തരം എത്രത്തേക്ക് പോയി? 4ലേക്ക് പോയി. സ്റ്റെപ്പ് ക്ലിയർ ആണ്, കൃത്യമായിട്ട് മനസ്സിലായി. നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടി നോക്കാം. യെസ്, നമുക്കിവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. എ ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്യും, ബി അതേ ജോലി 4 ദിവസം കൊണ്ട് ചെയ്യും, സി അതേ ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും. ഇവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതി നോക്കാം. എ എന്ന് പറയുന്ന ആൾ 3 ദിവസം കൊണ്ട്. അപ്പോൾ എ 3 എഴുതി. എൻ്റെ കൂടെ ചെയ്യണം. ഞാൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പേ എൻ്റെ വീഡിയോ നിർത്തിവെച്ചതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് ചെയ്യുക. നിങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്നതും നിങ്ങൾ ചെയ്യുന്നതും കറക്റ്റ് ആണോ നോക്കുക. ഓക്കെ, യെസ്. അപ്പം നിങ്ങൾ വീഡിയോ നിർത്തിവെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഈ പ്രോബ്ലം ഒന്ന് ചെയ്യൂലേ? കൂടെ ചെയ്ത് വാടേ. യെസ്. അപ്പോൾ എ 3, ബി അതേ ജോലി 4 ദിവസം, സി എത്ര ദിവസം? 6. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ജോലി കഴിഞ്ഞു. അടുത്ത ജോലി നമ്മൾ നോക്കുന്നു. നേരെ LCM എടുക്കൽ. ആകെ ജോലി കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്മൾ. നോക്ക്, 6 ഏറ്റവും വലിയ സംഖ്യ. 6നെ 3 കൊണ്ട് ഭാഗിക്കാൻ പറ്റും, പക്ഷേ 4 കൊണ്ട് പറ്റില്ല. അപ്പോൾ 6ൻ്റെ ഒരു ഇരട്ടി എടുത്തുന്നു. 6ൻ്റെ ഇരട്ടി എടുത്തപ്പോൾ 12 വന്നത്. 12നെ 3 കൊണ്ട് ഭാഗിക്കാൻ കഴിയും, 4 കൊണ്ട് ഭാഗിക്കാൻ കഴിയും, 6 കൊണ്ട് ഭാഗിക്കാൻ കഴിയും. അപ്പോൾ LCM എത്ര? 12. അപ്പോൾ ചെറിയ ഫ്ലാറ്റാണ്. ആഹ എത്ര റൂമേ ഉള്ളൂ? 12 റൂമേ ഉള്ളൂ. നമ്മൾ 1 ഡേ വർക്കിലേക്ക് പോകുന്നു. 1 ഡേ വർക്ക്, ഒരു ദിവസത്തെ വർക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നു. 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 12 ആകും? നമുക്കറിയാം. 4 കൊണ്ട് ഗുണിച്ചാൽ. 4നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 12 ആവും? നമുക്കറിയാം 3. 6നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ നമുക്കറിയാം 2. ഇനി ഇവരുടെ ഒരു ദിവസത്തെ ജോലിയിലേക്ക് പോകുന്നു. ഒരു ദിവസത്തെ ജോലി മൂവരും ഒരുമിച്ച് 4 3 7 2 9 റൂമുകൾ അവർ പെയിന്റ് അടിച്ച് തീർക്കും. ആകെ എത്ര റൂമേ ഉള്ളൂ? 12 റൂമേ പെയിന്റ് അടിക്കാനുള്ളൂ. പക്ഷെ അവർ ഒരു ദിവസം 9 റൂം പെയിന്റ് അടിക്കുമെങ്കിൽ ഇതിനെ വെട്ടിച്ചെറുതാക്കി കൂടെ. വെട്ടിച്ചെറുതാക്കുമ്പോൾ നമുക്ക് എത്ര ഉണ്ട്? 3 കൊണ്ട് ഭാഗിക്കാം. 4/3. 4/3 എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, ഒരു വിഷമഭിന്നമാണ്. മിക്സഡിലോട്ട് മാറ്റാം. 1/3 ആൻസറായി. ഒരു ദിവസവും പിന്നെ 3/1 ദിവസം, 1/3 ദിവസം കൊണ്ട് അവർ പണി പൂർത്തിയാക്കും എന്ന് പറയാം. ക്ലിയർ അല്ലേ? മണിക്കൂർ ചോദിച്ചാലും ചെയ്യാം, മിനിറ്റ് ചോദിച്ചാലും ചെയ്യാം. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ പേർക്കും ശരിയായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം. നോക്കിക്കോളൂ. എ ഒരു ജോലി 30 ദിവസം കൊണ്ട് ചെയ്യും. എയും ബിയും ഒരുമിച്ച് അതേ ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും.
അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്ത ചോദ്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു ജോലി 30 ദിവസം കൊണ്ട് ചെയ്യും. ഓക്കെ, നമുക്കറിയാം ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 30 ദിവസം കൊണ്ട് ചെയ്യും. ഇനി എയും ബിയും കൂടി ഒരുമിച്ച് A+B ഒരുമിച്ച് എയും ബിയും കൂടി ഒരുമിച്ച് 12 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് എൻ്റെ ചോദ്യം. സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്തു? എഴുതി. ഒരു ജോലി 30 ദിവസം, എയും ബിയും കൂടി ഒരു ജോലി 12 ദിവസം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് ഒരു മാറ്റമില്ല. നമ്മൾ എന്താണോ നേരത്തെ ചെയ്തത് അതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്നു. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കുക? LCM എടുക്കുക. LCM എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 30 ആണ്, വലിയ സംഖ്യ 30 ആണ്. 30ൻ്റെ ഇരട്ടി 30ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? സ്വാഭാവികമായി 30നെ എന്താണ് 12 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇരട്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 60 കിട്ടും. 60 ഇവിടുത്തെ LCM എന്നറിയാം. ഇനി നമ്മൾ 1 ഡേ വർക്കിലേക്കാണ് പോകുന്നത്. 1 ഡേ വർക്ക്. ഓക്കെ, മൊത്തം 60 റൂം പെയിൻ്റ് അടിക്കാനുണ്ട്. ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യും? അവ 30 ദിവസം എടുക്കും ഈ 60 റൂം പെയിൻ്റ് അടിക്കാൻ. ഒറ്റയ്ക്കാണെങ്കിൽ അവ എത്ര ദിവസം എടുക്കും? 30 ദിവസം എടുക്കും ഈ റൂം മൊത്തം പെയിൻ്റ് അടിച്ച് തീർക്കാം. അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. 30നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 വരും? 30നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 വരും? 2 എന്ന് കിട്ടി. ഇനി എയും ബിയും കൂടി നോക്കാം. 12 ദിവസം കൊണ്ടാണെങ്കിൽ ഇവർ രണ്ടുപേരും എയും ബിയും കൂടി എന്ത് ചെയ്യും? പണിഞ്ഞ് തീർക്കും. സ്വാഭാവികമായി 12നെ 5 കൊണ്ട് ഗുണിച്ചാൽ 60 വരും. 5 എഴുതി. ഇനി നമ്മൾ ആലോചിക്കുന്നു, ഒരു ദിവസം 2 റൂമേ പെയിൻ്റ് അടിക്കും. എന്നാൽ എയും ബിയും കൂടെ ഒരു ദിവസം 5 റൂം പെയിൻ്റ് അടിക്കും. അപ്പോൾ എയും ബിയും കൂടി നോക്കിക്കേ, എയും ബിയും കൂടി ഒരു ദിവസം 5 റൂം പെയിൻ്റ് അടിക്കും. എന്നാൽ നമ്മുടെ എ മാത്രം ഒരു ദിവസം 2 റൂമേ പെയിൻ്റ് അടിക്കുള്ളൂ. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് പറയാം? ബിയുടെ വർക്ക് പറഞ്ഞ് എയും ബിയും കൂടി 5, എ ഒറ്റയ്ക്ക് 2, ബിയുടെ വർക്ക് 3, 5 - 2 3. ബി ഒരു ദിവസം 3 റൂം പെയിൻ്റ് അടിക്കും. അങ്ങനെയാണെങ്കിൽ ബിയുടെ കഴിവ് നമുക്കിവിടെ കിട്ടി, ബിയുടെ എഫിഷ്യൻസി കിട്ടി, ബിയുടെ കഴിവ് നമുക്ക് കിട്ടി. ബി ഒരു ദിവസം 3 റൂം പെയിൻ്റ് അടിക്കും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഉത്തരത്തിലേക്ക് പോകും. എങ്ങനെയാണ് പോകുന്നത്? മൊത്തം 60 റൂം പെയിൻ്റ് അടിക്കാനുണ്ട്. ബി ഒരു ദിവസം 3 റൂം പെയിൻ്റ് അടിക്കും. അപ്പോൾ 60/3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 20 ദിവസം കൊണ്ട് ആരുടെ ജോലി പൂർത്തിയാകും? ബിയുടെ ജോലി പൂർത്തിയാകും. ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യും? 20 ദിവസം കൊണ്ട്. അപ്പോൾ ഈ ചോദ്യം ഞാൻ ഒന്നുകൂടി പറയും, ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായി എടുത്തെഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു ജോലി 30 ദിവസം. ശ്രദ്ധിച്ചിരിക്കുക, സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. എയും ബിയും, നിങ്ങൾ എയും ബിയും ഒക്കെ ഒരുമിച്ച് കണ്ടെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട. എയും ബിയും കൂടി ഒരുമിച്ച് 12 ദിവസം കൊണ്ട് ചെയ്യും. ആദ്യത്തെ സ്റ്റെപ്പ്, നമുക്ക് ഇങ്ങനൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് LCM എടുക്കുക. തന്നിരിക്കുന്ന സംഖ്യ വലുത് ഈ 30 ആണ്. 30നെ 12 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലായി. 30ൻ്റെ ഇരട്ടി എടുത്തു 60 LCM. ഞാൻ എന്ത് ചെയ്തു? 60 LCM എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് എന്തിലേക്കാണ്? 1 ഡേ വർക്കിലേക്കാണ് പോകുന്നത്. ഒരു ദിവസത്തെ വർക്കിലേക്കാണ് പോകുന്നത്. 30നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 വരും? നമുക്കറിയാം 2 കൊണ്ട്. 12നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 വരും? നമുക്കറിയാം 5. അപ്പോൾ ഒരു ദിവസം 2 റൂമേ പെയിൻ്റ് അടിക്കുള്ളൂ. എന്ന് പറയുന്ന ആൾ ഒരു ദിവസം 2 റൂമേ പെയിൻ്റ് അടിക്കുള്ളൂ. എന്നാൽ എയും ബിയും കൂടെ ഒരു ദിവസം എത്ര റൂം പെയിൻ്റ് അടിക്കും? 5 റൂം പെയിൻ്റ് അടിക്കും. അങ്ങനെയാണെങ്കിൽ ബി ഒരു ദിവസം എത്ര റൂം പെയിൻ്റ് അടിക്കും? 5 - 2 എത്ര? 3. ബി ഒറ്റയ്ക്ക് എത്ര? ഒരു ദിവസം 3 റൂം പെയിൻ്റ് അടിക്കും. മൊത്തം എത്ര റൂം പെയിൻ്റ് അടിക്കാൻ ഉണ്ടായിരുന്നു? നമ്മുടെ ആകെ ജോലി എന്ന് പറയുന്നത് 60 ആണ് അല്ലേ? മൊത്തം 60 റൂം പെയിൻ്റ് അടിക്കാൻ ഉണ്ടായിരുന്നു. ബി ഒരു ദിവസം 3 റൂം പെയിൻ്റ് അടിക്കും. അപ്പോൾ 60/3 ചെയ്താൽ ബി എത്ര ദിവസം കൊണ്ട് പണി പൂർത്തീകരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് കിട്ടും 20 ദിവസം കൊണ്ട് പൂർത്തീകരിക്കും എന്നുള്ള കാര്യം മനസ്സിലായി. സംഭവം സെറ്റല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. യെസ്, അടുത്ത ചോദ്യം. പി ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാൻ പോവുകയാണ്. പി ഒരു ജോലി 12 ദിവസം. നേരെ അടുത്തയാൾ പിയും ക്യൂവും
അപ്പോൾ പിയും ഉണ്ട് ക്യൂവും ഉണ്ട്. ഒരുമിച്ച് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 4 ദിവസം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മനസ്സിലാക്കുന്നു പി ഒരു ജോലി 12 ദിവസം, പിയും ക്യൂവും കൂടെ ഒരു ജോലി 4 ദിവസം. നേരത്തെ ചെയ്ത സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ജോലി എന്താണ്? LCM എടുക്കൽ. LCM എത്രയായിരിക്കും? വലിയ സംഖ്യ 12 ആണേ. വലിയ സംഖ്യ 12 ആണേ. 12 4 കൊണ്ട് ഭാഗിക്കാൻ കഴിയുകയെ. അപ്പം നമുക്ക് ലോട്ടറി അടിച്ച് LCM കിട്ടിയേ 12 ആണ്. 12 4 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് LCM. LCM എഴുതി. ഇനി നമ്മൾ നേരെ 1 ഡേ വർക്കിലേക്ക് പോകുന്നു. സ്വാഭാവികമാണ് 1 ഡേ വർക്ക്. 12 എത്ര കൊണ്ട് ഗുണിച്ചാൽ 12 ഇട്ട് നമുക്കറിയാം 1 കൊണ്ട് ഗുണിച്ചാൽ. 4 എത്ര കൊണ്ട് ഗുണിച്ചാൽ 12 ഇട്ട് നമുക്കറിയാം 3. പിയുടെ ജോലി ഒരു ദിവസം ആവുമ്പോൾ ഒരു റൂമേ പെയിൻ്റ് അടിക്കൂ. പി ആണെങ്കിൽ ഒരു ദിവസം ഒരു റൂമേ പെയിൻ്റ് അടിക്കൂ. പിയും ക്യൂവും കൂടെ ആണെങ്കിൽ ഒരു ദിവസം 3 റൂം പെയിൻ്റ് അടിക്കും. അങ്ങനെയാണെങ്കിൽ ക്യൂവിൻ്റെ വർക്ക് എന്തായിരിക്കും? പിയും ക്യൂവും കൂടെ 3 റൂം, പി ഒറ്റയ്ക്ക് 1 റൂം. സ്വാഭാവികമായി 3 - 1 സമയത്ര 2 റൂം. ക്യൂ ഒറ്റയ്ക്ക് ഒരു ദിവസം എത്ര റൂം പെയിൻ്റ് അടിക്കും? 2 റൂം പെയിൻ്റ് അടിക്കുമെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ മൊത്തം 12 റൂമാണ് പെയിൻ്റ് അടിക്കാനുള്ളത്. ക്യൂ ഒരു ദിവസം 2 റൂം പെയിൻ്റ് അടിക്കും. ആകെ 12 റൂമുകൾ പെയിൻ്റ് അടിക്കണം. ക്യൂ ഒരു ദിവസം 2 റൂം പെയിൻ്റ് അടിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 ഡേ കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്തുകൂടെ? 6 ഡേ കൊണ്ട് 6 ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്തുകൂടെ? ചെയ്യാം. സംഭവം സിമ്പിള്. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കിയേ. പി ഒരു ജോലി 120 ദിവസം കൊണ്ട് ചെയ്യും. ഒന്നാമത്തെ ആൾ പി ആണ്. പി എന്ന് പറയുന്ന ആൾ 120 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും. പിയും ക്യൂവും 6ഉം ഒരുമിച്ച്, അപ്പോൾ 3 പേര് വന്നേ. നേരത്തെ വന്നപ്പോൾ 2 പേരേ ഉള്ളായിരുന്നു. പിയും ക്യൂവും 6ഉം ഒരുമിച്ച് അതേ ജോലി 40 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ പി 120 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 3 പേര് വന്നപ്പോൾ 40 ദിവസമായി മാറി. അപ്പോൾ 40 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എങ്കിൽ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ക്യൂവും 6ഉം നേരത്തെ പി ഒറ്റയ്ക്കുള്ള ജോലി തന്നായിരുന്നു. ക്യൂവും 6ഉം ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? നമ്മൾ ഈ പഠിച്ച സ്റ്റെപ്പ്, അതേ സ്റ്റെപ്പ്, ഒരു മാറ്റമില്ല. നമുക്ക് അത് തന്നെ എടുത്ത് ഇവിടെ ഉപയോഗിച്ച് നോക്കാം. അപ്പം നമ്മൾ സ്റ്റെപ്പ് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. നോക്കാം. പി 120. ഓക്കെ. അടുത്ത ആരൊക്കെയാണ്? പി പ്ലസ് ക്യൂ പ്ലസ് ആർ അല്ലേ? പിയും ക്യൂവും 6ഉം ഒരുമിച്ച്, പിയും ക്യൂവും 6ഉം ഒരുമിച്ച്, ഇവർ ഒരുമിച്ച് ആ ജോലി 40 ദിവസം കൊണ്ട് ചെയ്യും. 40 ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് LCMലേക്ക് പോകുക എന്നുള്ളതാണ്. തന്നിരിക്കുന്ന സംഖ്യ വലുത് 120 ആണ്. 120നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും, നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായി LCM എത്രയായിരിക്കും? 120 തന്നെയാണ്. 120 തന്നെയാണ്. നമ്മളിതാ 1 ഡേ വർക്കിലേക്ക് പോകുന്നു. 1 ഡേ വർക്ക്, ഒരു ദിവസത്തെ വർക്കിലേക്ക് പോകുന്നു. പി ഒറ്റയ്ക്ക് 120നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടും? നമുക്കറിയാം 1. 40നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 120 വരും? അല്ലെങ്കിൽ 120നെ 40 കൊണ്ട് ഭാഗിക്കുമ്പോൾ ഉത്തരം എത്ര കിട്ടും? 3. യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? പി ഒരു ദിവസം ഒരൊറ്റ റൂമേ പെയിൻ്റ് അടിക്കും. അപ്പോൾ നമ്മൾ 1 ഡേ വർക്കിലേക്ക് പോവുക. പി ഒരു ദിവസം 1 റൂം, പിയും ക്യൂവും 6ഉം ചേർന്ന് ഒരു ദിവസം 3 റൂം പെയിൻ്റ് അടിക്കും. നമ്മുടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏതാണ്? ക്യൂവും 6ഉം കൂടി എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. പി ഒരു ദിവസം 1 റൂമേ പെയിൻ്റ് അടിക്കും. പിയും ക്യൂവും 6ഉം കൂടെ ചേർന്ന് ഒരു ദിവസം 3 റൂം പെയിൻ്റ് അടിക്കും എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ഈ പി അങ്ങ് ക്യാൻസൽ ചെയ്തുകൂടെ? പി ക്യാൻസൽ ചെയ്താൽ ക്യു ആറിൻ്റെ ജോലി കിട്ടൂലേ? പി ക്യു ആർ ചെയ്യുന്നത് 3 റൂം. നോക്കാം. പി ക്യു ആർ ഇവർ 3 പേരും കൂടെ 3 റൂം പെയിൻ്റ് അടിക്കും. എന്നാൽ പി എത്ര റൂമാണ് പെയിൻ്റ് അടിക്കുന്നത്? 1 റൂം. അപ്പോൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂവിൻ്റെയും ആറിൻ്റെയും വർക്ക് നമുക്ക് 2 എന്ന് പറഞ്ഞൂടെ? സംഭവം സെറ്റല്ലേ? നോക്ക്. പിയും ക്യൂവും 6ഉം കൂടെ ഒരു ദിവസം 3 റൂം. പി ഒറ്റയ്ക്ക് 1 റൂം. അപ്പോൾ എന്താണ്? ക്യൂവും 6ഉം കൂടെ ഒരു ദിവസം എത്ര റൂമായിരിക്കും പെയിൻറ്റ് ചെയ്യുന്നത്? 2 റൂം. മൊത്തം നമുക്ക് എത്ര റൂം പെയിൻറ്റ് ചെയ്യാണ്ട്? 120 റൂം പെയിൻറ്റ് ചെയ്യാണ്ട്. ക്യൂ 6ഉം കൂടെ ഒരു ദിവസം 2 റൂം പെയിൻറ്റ് ചെയ്യുമെങ്കിൽ 120 റൂം പെയിൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? 120 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. നമുക്ക് 60 ഡേയ്സ്, 60 ഡേയ്സിൽ ജോലി കംപ്ലീറ്റ് ആവും. ആര്? ക്യൂവും 6ഉം കൂടി 60 ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ആക്കും എന്ന് പറയാം. സംഭവം ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? യെസ്. നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടി നോക്കാം. നോക്കിയേ. ഈ ചോദ്യം വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവണം ചോദ്യം എങ്ങനെ വായിക്കണം, എങ്ങനെ മനസ്സിലാക്കണം. എയും ബിയും സിയും കൂടി ഒരു ജോലി 16 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, 3 പേരുണ്ട്. അവർ 16 ദിവസം കൊണ്ട് ജോലി പൂർത്തീകരിക്കും.
എന്നാൽ എയും സിയും കൂടി എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തീകരിക്കും? 24 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുമെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? നമ്മളെ സ്റ്റെപ്പ് ആലോചിക്കുന്നു. നമ്മളെ സ്റ്റെപ്പ് എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ഇവർ 3 പേരും കൂടെ 16 ദിവസം എടുക്കും. എയും സിയും കൂടി നമുക്കറിയാം 24 ദിവസം എടുക്കും അല്ലേ? യെസ്. അപ്പം നമ്മൾ ചെയ്തു. അടുത്ത നേരെ നമ്മൾ എന്തിലേക്ക് പോകുന്നു? LCMലേക്ക് പോകുന്നു. LCM 24-നെ 16 കൊണ്ട് ഭാഗിക്കാൻ കഴിയില്ല, നമുക്കറിയാം. 24-നെ 16 കൊണ്ട് പൂർണ്ണമായി ഭാഗിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 24-ന്റെ ഇരട്ടി എടുത്തു. 24-ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 48 ആണ്. 48-നെ 16 കൊണ്ട് ഭാഗിക്കാൻ കഴിയും? പറ്റില്ലേ? 16 3 48, 16 3 48, ആ 8 ഒരു 3 4 48. ഓക്കെ, അപ്പോൾ 48 ആണ് LCM. സെറ്റ് അല്ലേ? LCM എടുക്കാൻ വളരെ പെട്ടെന്ന് പറ്റിയില്ലേ? സാധാരണ നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ് ഒന്നും വേണ്ട. അപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി. എയും ബിയും സിയും കൂടി 16 ദിവസം, എയും സിയും കൂടി 24 ദിവസം. LCMലേക്ക് പോയി. 24-ന്റെ ഇരട്ടി എടുത്തപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? LCM കിട്ടി. ഇനി നമ്മൾ നേരെ പോകുന്നത് 1 ഡേ വർക്കിലേക്ക്. കാര്യം മനസ്സിലാക്കുന്നു. എയും ബിയും സിയും കൂടി 16. 16-നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 48 വരും? 16-നെ 3 കൊണ്ട് ഗുണിച്ചാൽ 48 വരും. 24-നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 48 വരും? 2 കൊണ്ട് ഗുണിച്ചാൽ 48 വരും. എയും ബിയും സിയും കൂടി ഒരു ദിവസം 3 റൂം പെയിന്റ് അടിക്കും. എയും സിയും കൂടി ഒരു ദിവസം 2 റൂം പെയിന്റ് അടിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എ പ്ലസ് ബി പ്ലസ് സിയുടെ വർക്കാണ് 3, എയും സിൻ്റെയും വർക്കാണ് 2. ബിയുടെ വർക്ക് കണ്ടുപിടിക്കാൻ എ സിയുടെ വർക്ക് മൈനസ് ചെയ്താൽ പോരെ? ബിയുടെ വർക്ക് ഒരു റൂം എന്ന് കിട്ടില്ലേ? ബിയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ ബിയുടെ വർക്ക്, ബി ഒരു ദിവസം 1 റൂം പെയിന്റ് അടിക്കും. 1 റൂം എന്ന് തന്നെ പറയാം. അപ്പോൾ ബി ഒരു ദിവസം 1 റൂം പെയിന്റ് അടിക്കും. എത്ര റൂം പെയിന്റ് അടിക്കണം? 48 റൂം പെയിന്റ് അടിക്കണം. ഒരു ദിവസം 1 റൂം പെയിന്റ് അടിക്കുമെങ്കിൽ 48 റൂം പെയിന്റ് അടിക്കാൻ 48/1 48 ഡേയ്സ്. 48 ഡേയ്സ് എടുക്കും, 48 ദിവസം എടുക്കും ബിക്ക് ആ ജോലി പൂർത്തീകരിക്കാൻ. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? ഒരു ചോദ്യം കൂടെ നോക്കിയാലോ? ഒരു ചോദ്യം കൂടെ. ഓക്കെ, പി പ്ലസ് ക്യൂ വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. പിയും ക്യൂവും ഒരു ജോലി 12 ദിവസം കൊണ്ട്. അപ്പോൾ പി പ്ലസ് ക്യൂ തന്ന കാര്യമാണ് ഞാൻ എഴുതുന്നത്. 12 ദിവസം എടുക്കും. ക്യൂ പ്ലസ് ആർ നേരെ അടുത്ത് തന്നിരിക്കുന്നു. ക്യൂ പ്ലസ് ആർ 15 ദിവസം കൊണ്ട്. അടുത്തത് പി പ്ലസ് ആർ, പിയും ആറും 20 ദിവസം കൊണ്ട്. നമ്മൾ ഇത്രയും നേരം ചെയ്ത ചോദ്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യം, ഒരു ഡിഗ്രി ലെവൽ ചോദ്യം, ഒരു നല്ല ചോദ്യം. പിയും ക്യൂവും കൂടി ഒരു ജോലി 12 ദിവസം. എന്നാൽ ക്യൂവും ആറും കൂടി ഒരു ജോലി എത്ര ദിവസം എടുക്കും? 8 ദിവസം. പിയും ആറും കൂടി എത്ര ദിവസം? 20 ദിവസം. നമ്മൾ തന്നിരിക്കുന്ന ചോദ്യം നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ജോലി, സാധാരണ ജോലി എന്താണ്? നമ്മളെ ജോലി, നമ്മൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവരെ LCM എടുക്കുക എന്നുള്ളതാണ്. ഇവരെ LCM എടുക്കലാണ്. 20 ആണ്. 20-ന്റെ ഒരിരട്ടി എടുത്തു 40. 40 അല്ലെന്ന് നമുക്കറിയാം, കണ്ടാൽ തന്നെ മനസ്സിലായി. 40-ൻ്റെ കൂടെ വീണ്ടും എത്രയാണ് കൂട്ടി? 20 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 40-ൻ്റെ ഇരട്ടിയല്ല, 40-ൻ്റെ കൂടെ വീണ്ടും 20 കൂടെ കൂട്ടി അപ്പോൾ എത്ര? 60. 60 തന്നെയാണ് LCM, നമുക്കറിയാം. 12 15 സ്വാഭാവികം. 12-ൻ്റെ 15-ൻ്റെ LCM എത്ര തന്നെയാണ്? 60 തന്നെയാണെങ്കിൽ 20-ൻ്റെ ഇരട്ടിയല്ലേ എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായി 20-ൻ്റെയും അത് തന്നെയായിരിക്കും. സ്വാഭാവികമായിട്ട് 12-ൻ്റെ 15-ൻ്റെ 20-ൻ്റെ LCM എത്ര? 60 എന്ന് പറയാം. ഇനി നമ്മുടെ ജോലി രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, LCM എടുത്ത് കഴിഞ്ഞു, ആകെ ജോലി മനസ്സിലാക്കി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പ് 1 ഡേ വർക്ക്. ഒരു ദിവസത്തെ ജോലി കണ്ടുപിടിക്കലാണ്. ഒരു ദിവസത്തെ ജോലി 12 എത്ര കൊണ്ട് ഗുണിച്ച് 60 വരും? നമുക്കറിയാം 5. അതെഴുതി. 15-ൻ്റെ സ്ഥാനത്ത് ഇവിടെ 4 വരും. 4 15 60 ആണ്. ഇവിടെ 3 വരും. ഓക്കെ, ഇനി 1 ഡേ വർക്കിലേക്ക് പോകുന്നു. 5 4 9, 9 3 12. 12 റൂമാണ് ഒരു ദിവസത്തെ വർക്ക്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളൂ. പി പ്ലസ് ക്യൂൻ്റെ വർക്കുണ്ട്, ക്യൂ പ്ലസ് ആറിൻ്റെ വർക്കുണ്ട്, പി പ്ലസ് ആറിൻ്റെ വർക്കുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 2 പി ഉണ്ട്, 2 പി, 2 ക്യൂ, 2 ആർ.
എല്ലാവരും ഈ 2 പേരുണ്ട്. അതായത് പിൻ്റെയും ക്യൂവിൻ്റെയും വർക്കാണ് ഒരു ദിവസം 5 റൂം, ക്യൂവിൻ്റെയും ആറിൻ്റെയും വർക്കാണ് ഒരു ദിവസം 4 റൂം, പിൻ്റെയും ആറിൻ്റെയും വർക്കാണ് ഒരു ദിവസം 3 റൂം. സ്വാഭാവികമായി 2 പിയും 2 ക്യൂവും 2 ആറും എല്ലാവരുടെയും ഇരട്ടി വർക്കാണ് ഇവിടെ വരുന്നത് ഇല്ലേ? 2 പിയുടെ വർക്ക് ഒരു ദിവസം വരുന്നുണ്ട്, 2 ക്യൂവിൻ്റെ വരുന്നുണ്ട്, 2 ആറിൻ്റെ. അപ്പം എല്ലാ പേരും ഇരട്ടി വെച്ചുള്ള ജോലിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇരട്ടിയാണ് അല്ലേ? സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നു 2 പിയും 2 ക്യൂവും 2 ആറും കൂടെ ജോലി ചെയ്തപ്പോൾ 12 ദിവസം കൊണ്ട് ജോലി പൂർത്തീകരിച്ചു. അപ്പം നമ്മൾ ആലോചിക്കും 12 റൂമുകളാണ് ഒരു ദിവസം പെയിൻറ് ചെയ്തത്. 2 പിയും 2 ക്യൂവും 2 ആറും കൂടെ ഒരു ദിവസം 12 റൂമുകൾ പെയിൻറ് ചെയ്തു എന്ന് മനസ്സിലായി. എന്നാൽ ഇവിടെ നമ്മൾ ആലോചിക്കുന്നു 1 പി 1 ക്യൂ 1 ആർ ഉള്ളൂ. 1 പിയും 1 ക്യൂവും 1 ആറും മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവർ ഒരു ദിവസം എത്ര റൂമേ പെയിൻ്റ് അടിക്കൂ? എല്ലാവരുടെയും ഇരട്ടി ജോലി ആയപ്പോൾ 12 റൂമുകൾ. അപ്പോൾ സാധാരണ ജോലിയാകുമ്പോൾ ഇവരെ പകുതി 12 റൂം എന്നുള്ളത് 6 റൂമായി മാറണ്ടേ? ഇരട്ടി ജോലി 12. അപ്പോൾ നോർമൽ ജോലി എത്ര ആയിരിക്കും? 6. അങ്ങനെ തന്നെ ചിന്തിക്കുക. അല്ലെങ്കിൽ 2 കോമൺ ആയിട്ട് എടുത്തിട്ട് ഇപ്പുറത്തൊന്ന് ഡിവിഷനൊക്കെ ചെയ്യണം, അതൊന്നും വേണ്ട. പിയും ക്യൂവും ആറും കൂടി 2 പിയും 2 ക്യൂവും 2 ആറും കൂടി 12 റൂമുകൾ പെയിൻറ് ചെയ്യും. ഓരോരുത്തരുടെ വർക്കിൻ്റെ ഇരട്ടി എഫിഷ്യൻസി വന്നു, ഇരട്ടി ജോലി ചെയ്തു. നോർമൽ കേസിൽ ഇരട്ടി ജോലി ചെയ്തപ്പോൾ 12 റൂമാണെങ്കിൽ നോർമൽ കേസിൽ 6 റൂമുകൾ. നോർമൽ കേസിൽ 6 റൂമുകൾ. ഒരു ദിവസം ഇവർ എത്ര റൂമേ പെയിൻറ് ചെയ്യുള്ളൂ? 6 റൂമേ പെയിൻറ് ചെയ്യുള്ളൂ. നമ്മുടെ ചോദ്യം പിയും ക്യൂവും ആറും കൂടി എത്ര ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തീകരിക്കുമെന്നാണ്. പിയും ക്യൂവും ആറും കൂടി ഒരു ദിവസം എത്ര റൂം പെയിൻറ് ചെയ്യും? 6 റൂം. മൊത്തം എത്ര റൂം പെയിൻറ് ചെയ്യാണ്ട്? 60/6 = 10 റൂമുകൾ. 10 ഡേയ്സ്. 10 റൂമുകളല്ല, 10 ഡേയ്സ്. 60 റൂമുകൾ പെയിൻറ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു ദിവസം 6 റൂമുകൾ പെയിൻറ് ചെയ്യും. 60/6 നമുക്ക് എത്രയെന്ന് പറയാം? 10 ഡേയ്സ്. 10 ദിവസം കൊണ്ട് ഇവർ ജോലി പൂർത്തീകരിക്കും എന്ന് പറയാം. അപ്പോൾ ഈ സ്റ്റെപ്പ് കൃത്യമായി മനസ്സിലാക്കുക. ഈ ചോദ്യം നമുക്ക് ഒരിക്കൽ കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റാവും, ക്ലിയർ ആവും. ഒരിക്കൽ കൂടി ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? പി പ്ലസ് ക്യൂ, പിയും ക്യൂവും കൂടി 12 ദിവസം കൊണ്ട് ജോലി. ഓക്കെ, രണ്ടാമത്തത് ഓക്കെ, ക്യൂ പ്ലസ് ആർ, ക്യൂവും ആറും കൂടി 15 ദിവസം കൊണ്ട് ചെയ്യും. അടുത്തത് പി പ്ലസ് ആർ, അവർ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 20 ദിവസം കൊണ്ട് ചെയ്യും. ആദ്യത്തെ സ്റ്റെപ്പ്, ചോദ്യം കിട്ടിയാൽ ആദ്യത്തെ സ്റ്റെപ്പ് LCM എടുക്കുക. LCM നമുക്കറിയാം 60 ആണ്. LCM, ഈ LCM എന്താണ്? അതാണ് ടോട്ടൽ വർക്ക്, ആകെ ജോലിയാണ് നമ്മുടെ LCM കേട്ടോ. ഒരിക്കലും മറക്കരുത്, ആകെ ജോലിയാണ് നമ്മുടെ LCM. ഇനി നമ്മൾ നേരെ 1 ഡേ വർക്കിലേക്ക് പോകുന്നു. അത് എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ്? LCM എടുത്താൽ ഒരു ദിവസത്തെ വർക്ക് കണ്ടുപിടിക്കാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ്. 12 എത്ര കൊണ്ട് ഗുണിച്ച് 60 വരും? നമുക്കറിയാം 5. 15 എത്ര കൊണ്ട് ഗുണിച്ചാൽ വരും? 4. 20 എത്ര കൊണ്ട് ഗുണിച്ചാൽ വരും? 3. അപ്പോൾ ഇവർ നോക്ക്, ഇത് പിൻ്റെയും ക്യൂവിൻ്റെയും വർക്കാണ്, ക്യൂവിൻ്റെയും ആറിൻ്റെയും ഒരു ദിവസത്തെ വർക്കാണിത്. ഇത് പിൻ്റെയും ആറിൻ്റെയും ഒരു ദിവസത്തെ വർക്കാണ്. ഈ വർക്കെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ഒരു ദിവസത്തെ വർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ 2 പി ഉണ്ട്, 2 പി ഉണ്ട്, 2 രാജു, 2 രാധ, 2 മായാവി. ഓക്കെ, ഇപ്പോൾ പിനെ രാജു എന്നും പിന്നെ ക്യൂവിനെ രാധയെന്നും ആറിനെ മായാവി എന്ന് പറയുകയാണെങ്കിൽ 2 രാജു ഉണ്ട്, 2 രാധയുണ്ട്, 2 മായാവി ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് 2 പി 2 ക്യൂ 2 ആർ ഇവരുടെ വർക്കാണെങ്കിൽ 4 9 3 12. ഇവരുടെ ഇരട്ടി എഫിഷ്യൻസി 2 രാജു 2 രാധ 2 പിന്നെ മായാവി ജോലി ചെയ്തപ്പോഴാണ് 12 റൂം കിട്ടിയത്. സ്വാഭാവികമായി അവിടെ 1 രാജു 1 രാധ 1 മായാവിയേ ഉള്ളൂ. ഇത്രയും പണി നടക്കൂടെ? ഇവിടെ 6 പേര് ജോലി ചെയ്തപ്പോഴാണ് 12 കിട്ടിയത്. ഇവിടെ 3 പേരേ ഉള്ളൂ. പകുതിയായി മാറൂലേ? മാറും. 6 പകുതി, നേർപകുതി അല്ലേ? 6 റൂമുകളെ ഒരു ദിവസം ഇവർ പെയിൻറ് ചെയ്യും. ഇവർ 3 പേരും കൂടെ എത്ര റൂം പെയിൻറ് ചെയ്യാണ്ട്? മൊത്തം 60 റൂം പെയിൻറ് ചെയ്യാണ്ട്
60 റൂം പെയിൻറ്റ് ചെയ്യാണ്. ഒരു ദിവസം ഇവർ 3 പേരും കൂടെ 6 റൂം പെയിൻറ്റ് ചെയ്യും. ഡിവൈഡ് ബൈ 6 എത്ര കിട്ടി? 10 ഡേയ്സ്. 10 ദിവസം കൊണ്ട് ഇവർ പൂർത്തീകരിക്കും. സംഭവം സെറ്റല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഒരൊറ്റ ചോദ്യം കൂടെ. ഓക്കെ, യെസ്, സെയിം മോഡലുള്ള ഒരൊറ്റ ചോദ്യം കൂടെ. ഓക്കെ, ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റാവും. എയും ബിയും കൂടെ 10 ദിവസം. എ പ്ലസ് ബി 10 ഡേയ്സ്, ബി പ്ലസ് സി 12 ഡേയ്സ്, എ പ്ലസ് സി 15 ഡേയ്സ്. നമ്മൾ എയും ബിയും സിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. LCM എടുക്കുന്നു. ഇതാണ് കണ്ടുപിടിക്കേണ്ടത് LCM. 10, 12, 15 അറിയാം. LCM 60. കുറേ തവണയായി അല്ലേ? കുറേ തവണയായപ്പോൾ നമുക്ക് LCM. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ഏത് തന്നെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന നമ്പർ തന്നെയാണ്. ഇത് തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. LCM കിട്ടി 60. ഓക്കെ, ഇനി 1 ഡേ വർക്ക് അറിയാം. 10 60 ആവണം. എത്ര കൊണ്ട് ഗുണിക്കണം? 10 60 ആണെങ്കിൽ 6 കൊണ്ട് ഗുണിക്കണം. 12 60 ആണെങ്കിൽ 5 കൊണ്ട് ഗുണിക്കണം. 15 60 ആണെങ്കിൽ 4 കൊണ്ട് ഗുണിക്കണം. 1 ഡേ വർക്ക് കിട്ടി. 2A 2B 2C കൂടെ ഉള്ള ജോലി. 2A ഉണ്ട്, 2B ഉണ്ട്, 2C ഇവരുടെ ഒരുമിച്ചുള്ള ജോലിയാണ്. 6 4 10 15. ഇനി നമ്മൾ മനസ്സിലാക്കുന്നു, 2Aയും 2Bയും 2Cയും കൂടി ജോലി ചെയ്താൽ 15 കിട്ടുന്നത് എങ്കിൽ എയും ബിയും സിയും കൂടി ജോലി ചെയ്താൽ 15ന്റെ പകുതി. നമുക്കിവിടെ ഫ്രാക്ഷൻ ഒന്നും എടുക്കണ്ട, നമുക്ക് ഫ്രാക്ഷൻ എടുക്കണ്ട, നമുക്ക് എന്തെടുക്കണ്ട, പിന്നെ നമുക്ക് ദശാംശംഖ്യ ഒന്നും എടുക്കണ്ട. നിങ്ങൾ 15/2 എന്നിട്ടാൽ മതി. 15/2 15/2 എന്നിട്ടോ, കുഴപ്പമില്ല. എയും ബിയും സിയുടെയും ഒരു ദിവസത്തെ വർക്ക് 15/2. അപ്പോൾ നമുക്ക് മനസ്സിലായി ആകെ 60 റൂം പെയിൻ്റ് അടിക്കാനുണ്ടായിരുന്നു. എയും ബിയും സിയും കൂടെ ഒരു ദിവസം എത്ര? 15/2 റൂമേ പെയിൻ്റ് അടിക്കും. 15/2 60നെ എത്ര കൊണ്ട് വായിക്കുക? 15/2 കൊണ്ട് വായിക്കുക. ഒരു സംഖ്യയെ നമ്മൾ പഠിച്ചു, ഫ്രാക്ഷൻ പഠിച്ചു. ഒരു സംഖ്യയെ മറ്റൊരു ഭിന്നസ് സംഖ്യ കൊണ്ട് എന്ത് ചെയ്യണം? ഹരിക്കണം, ഭാഗിക്കണം. നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. റെസിപ്രോക്കൽ 60 ഇൻറ്റു വിൽക്രമം 2/15 ദാ വെട്ടിയപ്പോൾ എത്ര കിട്ടി? നമുക്കിവിടെ 15ന് 60 എത്ര ഇടും? 4 എന്ന് കിട്ടും. 4 8 ഡേയ്സ്. എത്ര ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കും? 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. സെറ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത മോഡലുകളെല്ലാം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത മോഡലുകളെല്ലാം എന്താണ് പ്രത്യേകതകൾ? മോഡലുകളുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളെല്ലാം എൻ്റെയും ബിൻ്റെയും വർക്ക് തരുന്നു, അല്ലെങ്കിൽ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വർക്കുകൾ തരുന്നു, ഇല്ലെങ്കിൽ AB BC CD തരത്തിലുള്ള വർക്കുകൾ തരുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനായി പോകുന്നത് ഒരു ജോലി എയും ബിയും സിയും കൂടി ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ എന്താണ് കുറച്ച് ദിവസം കഴിഞ്ഞ് ജോലി മതിയാക്കി പോകാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യണം? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത രണ്ടാമത്തെ പാർട്ട് വർക്ക് ആൻഡ് ടൈം ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.